ഇന്ത്യയുടെ തിരിച്ചടിയെക്കുറിച്ച് ആദ്യം പറയാം. ഇന്ത്യ ഇന്ന് ഏകദേശം 2 മണിക്കൂർ പിന്നിടുകയാണ് ഇന്നത്തെ പാകിസ്ഥാൻ ഈ ചൊറിച്ചിൽ തുടങ്ങിയിട്ട്. അതിനുള്ള മറുപടി ഇസ്ലാമാബാദിലടക്കം നമ്മൾ കൊടുക്കുന്നു. എവിടേക്കാണ് ഇപ്പോൾ ഇന്ത്യ ഹിറ്റ് ചെയ്യുന്നത്? ഇന്ത്യ ഇപ്പോൾ പാകിസ്ഥാനിലെ ലാഹോറിലും കറാച്ചിയിലും സിയാൽകോട്ടിലും ഇസ്ലാമാബാദിലുമാണ് ഉള്ളത്. കറാച്ചിയിൽ ഏത് തരത്തിലുള്ള ആക്രമണമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഇന്ത്യ നടത്തുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാവികസേന കറാച്ചി ലക്ഷ്യമിട്ട് നീങ്ങി എന്നുള്ള ചില അനൗദ്യോഗിക വിവരങ്ങൾ വരുന്നുണ്ടായിരുന്നു. അത് ശരിയാണെങ്കിൽ കറാച്ചിയിലേക്ക് നീങ്ങിയിരിക്കുന്നത് നാവികസേനയാണ്. ആ തരത്തിലുള്ള ആക്രമണമാണ്. കടലിലാണോ നാവികസേനയുടെ ആക്രമണമാണോ നടക്കുന്നതെന്ന് അറിയില്ല. മറ്റുള്ളിടത്ത് ഡ്രോണുകളുടെ ആക്രമണമാണ്. ഇസ്ലാമാബാദിലും ഡ്രോൺ ആക്രമണമാണ് നടക്കുന്നത്. ലാഹോറിലും കറാച്ചിയിലും സിയാൽകോട്ടിലുമൊക്കെ സിയാൽകോട്ടിലും ഇസ്ലാമാബാദിലും. കറാച്ചിയിലെ സാഹചര്യം ഇപ്പോഴും വ്യക്തമായി പുറത്തു വന്നിട്ടില്ല. എന്തായാലും ഇസ്ലാമാബാദിൽ ആക്രമണം നടക്കുന്നു എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ്റെ തലസ്ഥാനത്താണ് ഇന്ത്യ ആക്രമിക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കൃത്യമായി തന്നെ ഇസ്ലാമാബാദിലേക്ക് കൂടി കയറുന്നു എന്നുള്ളതാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പാകിസ്ഥാൻ്റെ ഈ ഒരു വലിയ ആവേശത്തോടെ ലോകത്തോട് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഞങ്ങൾ എന്തിനും തയ്യാറെന്നുള്ളത്. അത് വെറും പൊയ്യാണ് എന്നുള്ളതും പൊയ്മുഖം മാത്രമായിരുന്നു എന്നുള്ളതും നമ്മൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ പാകിസ്ഥാൻ നേരിടുന്നത്. കറാച്ചിയിലും അതോടൊപ്പം തന്നെ കറാച്ചിയിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നാവികസേനയുടെ ആക്രമണമാണെങ്കിൽ അത് എന്താണ് എന്നുള്ളതാണ് അറിയേണ്ടത്. അത് ഏത് തരത്തിലുള്ള ആക്രമണമാണ്, ഏത് തലത്തിലേക്ക് അത് വന്നു എന്നുള്ളതാണ്. അതായത് കറാച്ചി ഒരു മേഖല പൂർണ്ണമായി പാകിസ്ഥാൻ്റെ അവരുടെ കടലിൽ പാകിസ്ഥാനെയും അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ നാവികസേനയും സുസജ്ജമായി തന്നെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇരു സേനയും തമ്മിലുള്ളത് 78 നോട്ടിക്കൽ മൈൽസിൻ്റെ വ്യത്യാസം മാത്രമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ വലിയ പോരാട്ടം അവിടെ നടക്കുന്നു എന്ന് തന്നെ നമ്മൾ വിലയിരുത്തേണ്ടി വരും.